സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ചിക്കൻ ഫ്രൈ ആണ് ഇന്ന് കാണിക്കുന്നത്. ആദ്യം നമുക്കതിന് വേണ്ടിയുള്ള മസാലപ്പൊടികൾ എന്തെല്ലാമെന്ന് നോക്കാം. 1 കിലോ ചിക്കന് വേണ്ടിയുള്ള മസാലപ്പൊടികളാണ് ഞാൻ എടുക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 3 ടീസ്പൂൺ. മുളക് പൊടി അവരവരുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ചെറിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ. നന്നായിട്ട് പൊടിയണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ചിക്കൻ മസാല 1 ടീസ്പൂൺ, വലിയ ജീരകം അഥവാ പെരിഞ്ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ തൈര് ഇടാം. ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസിൽ മസാല പുരട്ടി കൊടുക്കാം. ഉപ്പും മഞ്ഞളും ചേർത്ത് കഴുകി വെച്ചതാണ് ചിക്കൻ. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുക. നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ബാക്കി വന്ന മസാല കൂടെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി കവർ ചെയ്ത് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ സൂക്ഷിക്കുക. അല്ലെങ്കിൽ തലേദിവസം രാത്രി തന്നെ ഇത് ചെയ്തു വെക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. തീ അധികം കൂട്ടി വെച്ചാൽ ഉള്ളു വേവില്ല. ചെറിയ തീയിൽ വെച്ച് ചിക്കൻ വെന്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം റെഡി ആവാനായി. നമുക്ക് കോരി മാറ്റാം. ബാക്കിയുള്ള ചിക്കൻ പീസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണിത്. എല്ലാവരും ചെയ്ത് നോക്കണം. കമൻറ്റ്സ് അറിയിക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.